ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിൻ ക്രസ്റ്റ് പിസ്സ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തിന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു പിസ്സയാണിത്. പിസ്സ ഉണ്ടാക്കാനായിട്ട് പ്രത്യേക സമയത്തിൻ്റെ ആവശ്യമില്ല. മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നതിനിടയിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാം. 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഈസ്റ്റ് നന്നായിട്ടൊന്ന് പൊന്തി വരും. ആ സമയത്ത് നമുക്ക് ഈ പിസ്സയിലിടാനായിട്ടുള്ള കുറച്ച് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും പെപ്പറും ഒരല്പം പിസ്സ സീസണിങ്ങുമാണ്. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. ചിക്കൻ പിസ്സയാണല്ലോ കൂടുതൽ പേർക്ക് ഇഷ്ടം. എനിക്കും അത് തന്നെ. ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈസ്റ്റ് ഇപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ ഈസ്റ്റ് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഒന്ന് കുഴച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക ആവശ്യാനുസരണം. ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി 1/4 കപ്പ് വെള്ളമാണല്ലോ എടുത്തത്. കുഴയ്ക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഈ മാവ് നന്നായി കുഴയ്ക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. മാവിനെ 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുകയാണ്. ഇതിന് പകരമായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കണ്ട. ഇനി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴയ്ക്കണം. 4-5 മിനിറ്റ് കുഴച്ചെടുത്താൽ മതിയാകും. പിസ്സ ഉണ്ടാക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അത് മൊത്തത്തിലൊരു 5 മിനിറ്റ് കുഴയ്ക്കുന്ന കാര്യം മാത്രം. മറ്റുള്ള ജോലികൾക്കിടയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഈ മാവ് ഒരല്പം എണ്ണ പുരട്ടിയ പാത്രത്തിലാക്കിയിട്ട് പൊങ്ങാനായിട്ട് വയ്ക്കാം. മാവ് ഡ്രൈ ആകാതിരിക്കാനായിട്ട് ഒരല്പം എണ്ണ മുകളിൽ തടവി കൊടുക്കാം. ഇത് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ 2 മണിക്കൂറായി. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലൊന്ന് പൊന്തി വന്നാൽ മാത്രമേ നമ്മുടെ പിസ്സ നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. ഇത് ഒരു പിസ്സയ്ക്കുള്ള മാവാണ്. സാധാരണ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 450-500 രൂപയൊക്കെ കൊടുക്കണം. ഇത് 100 രൂപയ്ക്ക് താഴെ ആവുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയാൽ. ഈ മാവിൻ്റെ 1/4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിനെ ഒരു ചെറിയ ചപ്പാത്തി പോലെ ഉണ്ടാക്കണം. തിൻ ക്രസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് ചീസും കൂടി ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ ചപ്പാത്തി ഉണ്ടാക്കണം. ഇത് പരത്താനായിട്ട് ഞാൻ ചോളം പൊടിയാണ് എടുത്തത്, കോൺ മീൽ. ഇത് തൂകിയിട്ട് പരത്തുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പരത്താൻ സാധിക്കും. ഇതില്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് പരത്തിയെടുക്കാം. നല്ല കനം കുറഞ്ഞ ചപ്പാത്തിയാണിത്. ഇതിനി ഒന്ന് ചുട്ടെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം കോൺമീൽ ഇങ്ങനെ കല്ലിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കിയ കനം കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ ബബിൾസ് വന്നു തുടങ്ങി. ഇത് മതിയാവും. ഇനി ഇതിനെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി വച്ചിരിക്കുന്ന മാവ് വീണ്ടും ഇതിൽ കോൺമീൽ തൂകിയിട്ട് പരത്തിയെടുക്കണം. അതാണ് പിസ്സ ബേസ് മെയിനായിട്ടുള്ള. ഇതും ഞാൻ വളരെ കനം കുറച്ചാണ് പരത്തുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ടിരിക്കും അടിഭാഗം. ഇതിലിനി കുറച്ച് ചീസ് സ്പ്രെഡ് ചേർക്കാൻ പോവുകയാണ്. ആരി വന്നപ്പോൾ അവന് വേണ്ടിയാണ് ഈ ചീസൊക്കെ ഞാൻ വാങ്ങിയത്. അവന് ചീസൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ബാക്കി കുറച്ചിരുന്നതാണ്. ഞാൻ ഈ ചീസ് സ്പ്രെഡ് വളരെ തിന്നായിട്ടാണ് പുരട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചീസ് സ്പ്രെഡ് ഇതിനകത്ത് നിറയ്ക്കാവുന്നതാണ്. വലിയ ചപ്പാത്തിയുടെ സൈഡ് ഒന്ന് വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു വയ്ക്കാൻ സാധിക്കും. ഇതിനകത്തുള്ള ചീസ് പുറത്തു പോകാതിരിക്കുകയും ചെയ്യും. ഇതിനകത്ത് ഞാൻ വളരെ കുറച്ച് ചീസ് സ്പ്രെഡാണ് യൂസ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ചീസ് സ്പ്രെഡ് ഇതിൽ വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ചീസ് ഇങ്ങനെ ബേസ്റ്റായിട്ട് വരും. നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ലേ ചീസ് ബേസ്റ്റ് പിസ്സ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന ഏത് പാത്രത്തിലാണോ അതിലോട്ട് മാറ്റാം. ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തില്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പപ്പടം പോലെ പൊങ്ങി വരും.
ഇത് പിസ്സ സോസ്. വളരെ എളുപ്പമാണ് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട്. ടൊമാറ്റോയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിൽ കുറച്ച് സ്പൈസസും വിനീഗറും ഒക്കെ ചേർത്താൽ മതി. 2-3 പിസ്സയുടെ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പിസ്സ സോസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിലിനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യാം. മൊസറല്ല ചീസും ചിക്കനും ക്യാപ്സിക്കവും ഓണിയനും കുറച്ച് ഒലിവ്സും പിസ്സ സീസണിങ്ങും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ അല്പം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. 10 മിനിറ്റ് 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഓവനിൽ ചെയ്തില്ലെങ്കിൽ സാധാരണ കടായിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, ഉപ്പൊക്കെ ഇട്ടിട്ട്, അതുപോലെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ 17 മിനിറ്റായി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് ക്രസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ 2 മിനിറ്റ് കൂടി മുകളിലത്തെ റാക്കിൽ വച്ചിരുന്നു. പിസ്സ എൻ്റെ ഫേവററ്റ് ഡിഷാണ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും പിസ്സയാണ് കൂടുതലായിട്ട് വാങ്ങി കഴിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പിസ്സയും പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പിസ്സയുമായിട്ട് വളരെ ഡിഫറെൻ്റാണ്. അവിടെ ഇങ്ങനെ ചീസൊന്നും വാരിയിടാറില്ല. ഇതിൽ ഞാൻ ചീസ് വളരെ കുറച്ചാണ് ഇട്ടത്. ചീസ് സ്പ്രെഡ് അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അത് വളരെ കുറച്ചാണ്. അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്തപ്പോൾ പുറത്ത് വരാത്തത്. നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ബേസ്റ്റായിട്ട് വരും. എത്ര എളുപ്പമാണ് ഒരു പിസ്സ ഉണ്ടാക്കാനെന്ന് കണ്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ മോളുകളിലൊക്കെ പോയി ഉള്ള കാശ് അത്രയും കളയേണ്ട കാര്യമില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.